ഹായ് ഹലോ നമസ്കാരം. രാവിലെയായി വരിക കേട്ടോ. നല്ല മഴക്കാറാണ്, മൂടി നിൽക്കുക. ഒരു കൊള്ളിയാൻ അങ്ങോട്ട് വന്നു, ഞാൻ പേടിച്ചു പോയി സത്യത്തിൽ. അപ്പോഴേ ഇന്ന് പുട്ടും കടലക്കറിയാണേ. അപ്പോൾ കടലക്കറിയായിട്ടല്ല, ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഓൾറെഡി ഞാൻ കടല കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ബീഫ് മസാല ഇട്ടിട്ടുണ്ട്. പിന്നെ എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും അല്പം ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ചിട്ട് അതോടെ ഒന്ന് വാട്ടിയെടുക്കുകയാണേ. എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പൊടിച്ച ഉണക്കമുളകില്ലേ, അതായത് ക്രഷ്ഡ് ചില്ലി, അതുകൂടി ഇട്ട് കൊടുത്തു. വേണേ ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതുകൂടി ഇട്ടിട്ട് നല്ല പോലെ ഇളക്കി ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് തേങ്ങ നല്ലപോലെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല രുചിയാട്ടോ. അപ്പോൾ കറിവേപ്പിലയും കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് അതുകൂടെ നല്ല പോലെ ഇളക്കിയിട്ട് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. കടല തലേന്ന് രാത്രി വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്ത് വെച്ചിട്ട് പിന്നെ രാവിലെ എടുത്ത് വിസിലടുപ്പിച്ചതാണേ. അപ്പം ഇതാ ഒരു ചെറിയ വെട്ടക്കുറവൊക്കെ വന്നു കേട്ടോ. ഭയങ്കര ഇരുട്ടായിട്ട് നിൽക്കുകയാണെങ്കിൽ നല്ല മഴയൊന്നുമില്ല, പക്ഷെ നല്ല മഴക്കാറൊക്കെ, നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ, നല്ല രസമാണ്. എന്നിട്ട് ഇതായി നല്ല പോലെ ഇങ്ങനെ ഇളക്കി അങ്ങ് എടുത്താൽ മതി. നല്ല ടേസ്റ്റ് ആട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. ചാറ് ഇല്ല, പക്ഷേ നമ്മുടെ ഒരു ചെറിയ ഗ്രേവിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റുള്ള കറിയാട്ടോ. ഇങ്ങനെ നിങ്ങൾ വെച്ചിട്ടില്ലേ നോക്കണേ. അപ്പോൾ പുട്ടിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇന്ന് പുട്ടും ഈ കടലക്കറിയാട്ടോ. ഇങ്ങനെ പുട്ട് പൊട്ടിച്ച് ആ കടലയിലിട്ട് എന്ന് ഇളക്കി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ കടല ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനും പറ്റും, നല്ല രുചി, ചോറിൻ്റെ കൂടെയും നല്ലതാട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ, സീ യു.